മെറ്റ ആഡ്സിൽ ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്തതിന് ശേഷം പെർഫോമൻസ് ഡ്രോപ്പ് ആവുന്നുണ്ടോ? അതായത് സെയിം ഓഡിയൻസ് സെയിം ക്യാമ്പയിന് പക്ഷെ പെർഫോമൻസ് ഡ്രോപ്പ് ആവുന്നുണ്ട്. ഈ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? മിക്ക ബിസിനസ് ഓണേഴ്സും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അത്യാവശ്യം ലീഡ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ സ്കെയിൽ ചെയ്യാം എന്ന് കരുതി ക്യാമ്പയിൻ ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യും. പിന്നെ സംഭവിക്കുന്നത് ലീഡിന്റെ കോസ്റ്റ് ഡബിൾ ആവും. ലോ ക്വാളിറ്റി ലീഡ്സ് വന്നുകൊണ്ടിരിക്കും, കൺവേർഷൻ ഉണ്ടാവില്ല. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു റയർ പ്രോബ്ലം അല്ല. ഓൾമോസ്റ്റ് ബിസിനസ് ഓണേഴ്സും ഈ ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ കരുതുന്നത് സെയിം ക്യാമ്പയിനിൽ കൂടുതൽ ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്താൽ കൂടുതൽ റിസൾട്ട് കിട്ടും എന്നാണ്. പക്ഷെ മെറ്റ അങ്ങനെയല്ല ഇതിൽ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ക്യാമ്പയിൻ ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് മെറ്റ ഫാസ്റ്റ് ഡെലിവറി പുഷ് ചെയ്യും. 2 സെയിം ഓഡിയൻസിലേക്ക് ആഡ് റിപ്പീറ്റ് ചെയ്ത് കാണിക്കും. 3 ലോ ഇന്റന്റ് ഓഡിയൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആവും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്തായിരിക്കും റിസൾട്ട്? ലീഡ്സ് വരുന്നുണ്ടാവും പക്ഷെ ക്വാളിറ്റി ഉണ്ടാവില്ല, സെയിലും ഉണ്ടാവില്ല. സെയിം ഓഡിയൻസ് ആഡ് ഇഗ്നോർ ചെയ്യും. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് സെയിം ഓഡിയൻസ് സെയിം ക്യാമ്പയിന് സെയിം ക്രിയേറ്റീവ്സ് ബഡ്ജറ്റ് മാത്രം ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇത് സ്കെയിലിംഗ് അല്ല, ഇത് ഓൾറെഡി വർക്ക് ആവുന്ന ക്യാമ്പയിനെ ഡാമേജ് ആക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോബ്ലം ആഡിലല്ല, ക്യാമ്പയിൻ സ്ട്രക്ചറിലാണ്.